ഹലോ, ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു തുണി എടുത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് കളയാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് നമ്മൾ ഇറക്കെടുത്തിട്ടുള്ളത് 35 ഇഞ്ചാണ്. അതിനോട് ഒരു 3 ഇഞ്ച് കൂടി താഴേക്ക് ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ താഴെ നമുക്ക് മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു ചെറിയ ഓപ്പണും കാലിൻ്റെ താഴെ കൊടുക്കാനുണ്ട്. നമ്മൾ മുകൾ ഭാഗം 1 ഇഞ്ച് വെട്ടി പോയതിന് ശേഷം 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് താഴേക്ക് നമ്മളൊരു 13 12 നിങ്ങളെ ഇഷ്ടമായിട്ട് ചെയ്യാം. ഞാൻ 13 ആണ് എടുത്തിട്ടുള്ളത്. അടയാളപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് 13 ഇഞ്ച്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. ഈ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയതിനോട് നമ്മൾ ഒരു 2 ഇഞ്ച് സൈഡിലേക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊന്ന് വളച്ച് കൊടുത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാലിൻ്റെ ഭാഗത്തേക്ക്. അവിടെ നമ്മൾ 6 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് കാലിൻ്റെ സൈഡിൽ. അതിനുശേഷം നമുക്ക് ഇനി സൈഡിലാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ സൈഡിലൊരു 3 ഇഞ്ച് താഴേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ മേലേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ 1 ഇഞ്ച് വീതിയിലും പിന്നെ മുകളിലേക്ക് അവിടുന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് വീതമാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് ആ സൈഡും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു XL ഡബിൾ XLക്കാർക്കൊക്കെ നമുക്ക് ഈ പാൻറ് ഈ അളവ് മതിയാവും. വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ അളവിൽ സ്ട്രെയിറ്റ് പാൻറ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ഒന്ന് തയ്ച്ച് നോക്കുക. ഇറക്കം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. അതിനോടൊരു 3 ഇഞ്ച് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം നമ്മളൊരു 2 ഇഞ്ചിൽ നമ്മൾ മടക്കി അടിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ സൈഡും കൂടി ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.